ഗുഡ് മോർണിംഗ്. നമുക്ക് മാത്സ് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നലെ സ്ക്വയർ വരച്ച എല്ലാവർക്കും മനസ്സിലായി, ഹോംവർക്ക് കഴിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി ഒരു ക്വസ്റ്റ്യനോട് എങ്ങനെയുണ്ട് അത് ഞാൻ ഇന്നലെ ചെയ്യാൻ കണ്ടില്ല, ഇന്നലത്തെ ചെയ്ത പോലെ തന്നെയാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 5 സ്ക്വയർ സെന്റിമീറ്റർ ഇൻ 3 ഡിഫറെന്റ് വേസ്. റീകോൾ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എന്താണ് ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ തന്നെ ഒരു സ്ക്വയർ 3 ഡിഫറെന്റ് രീതിയിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം ഏരിയ വേണ്ടത്. അങ്ങനെ ഒരു സമചതുരം 3 ഡിഫറെന്റ് രീതിയിൽ വരയ്ക്കണം. ബ്രാക്കറ്റിൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ച മാതിരി തന്നെ ഒരു ആ സ്റ്റെപ്പിൽ ചെയ്യാം. അപ്പോൾ 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ വേണ്ടത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 5 വന്നെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മൾട്ടിപ്പിൾ വരുള്ളൂ? 5 വന്നെന്നുണ്ടെങ്കിൽ 1 × 5 മാത്രമേ നമുക്ക് വരുള്ളൂ അല്ലേ? 1 × 5 അല്ലേ? 5 × 1 അല്ലെങ്കിൽ 1 × 5 ഈ ഒരു എന്താണ് മൾട്ടിപ്പിൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. വേറെ രണ്ട് നമ്പർ കൂട്ടി കഴിഞ്ഞാൽ 5 കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് 5ഉം 1ഉം ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 5 + 1 എത്രയാണ്? 5 + 1 എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. ഫസ്റ്റ് നിങ്ങൾ 6 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ വരച്ചു. ഓക്കെ, നമ്മൾ 6 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ വരച്ചു. AB 6 സെന്റിമീറ്റർ. നിങ്ങൾ കറക്റ്റ് മെഷർമെന്റ് എടുത്ത് വരയ്ക്കണം കേട്ടോ. എനിക്കിപ്പോൾ കറക്റ്റ് മെഷർമെന്റ് എടുത്ത് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ 6 സെന്റിമീറ്ററിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? 5ഉം 1 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 5 സെന്റിമീറ്റർ നമ്മൾ 6 എന്ന് ആക്കിയാണ് ഞാൻ 5 സെന്റിമീറ്റർ ഇവിടെ 1 സെന്റിമീറ്റർ. അപ്പോൾ 5 + 1 6 സെന്റിമീറ്റർ ടോട്ടൽ ആയിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ എന്താ വരയ്ക്കേണ്ടത്? എന്താ പഠിച്ചേ? ഈ ABക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. മോർ ദാൻ ഹാഫ് ലെങ്ത് എടുത്ത് ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം. ഓക്കെ, അതേപോലെ തന്നെ ബിയിൽ കുത്തിയിട്ട് മോർ ദാൻ ഹാഫ് എടുത്ത് ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം. ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് 3 സെന്റിമീറ്ററിലായിരിക്കും ഈ ലൈൻ പാസ് ചെയ്യണം. കാരണം 6 ആണ് മൊത്തം ഉള്ളത്. 6ന്റെ പകുതി 3 ആണ് അല്ലേ? അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പാസ് ചെയ്യുന്നത് 3-ലായിരിക്കും. ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾ വരച്ചത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണോ അല്ലേന്ന്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മിഡ് പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 3 ആയിരിക്കും ഈ പാസ്. ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി 3 ആണോ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ഥലം നമ്മൾ P എന്ന് കൊടുത്തു. PA നമുക്ക് 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. PB നമുക്ക് 1 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഇത് O എന്ന് കൊടുത്തു. മിഡിൽ പോയിന്റ് O എന്ന് കൊടുത്തു. നിങ്ങൾ OA റേഡിയസ് ആക്കിയിട്ട് എന്താണ് വരയ്ക്കേണ്ടത്? ഒരു സെമി സർക്കിൾ വരച്ചു. OA റേഡിയസ് ആക്കിയിട്ട് ഒരു സെമി സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി എന്തായാണ് നമ്മുടെ P ഇവിടെ കിടക്കേണ്ടത് അല്ലേ? ഈ Pയും ഈ മുകളിലെ പോർഷൻ കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ ഇവിടെ PC എന്ന് പേര് കൊടുത്തു. ഓക്കെ, നമ്മൾ എന്താ എടുക്കേണ്ടത്? ഈ PC എന്ന നീളം നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഏത് ഇക്വേഷൻ ആണ്? PA × PB = PC² എന്ന ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. PA എന്താണ്? P എന്ന് പറയുന്നത് 5 × PB എന്ന് പറയുന്നത് 1. PA × PB = PC². 5 = PC². അപ്പോൾ എന്തുവരും? PC കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു ഇപ്പുറത്ത് കിടക്കുന്ന നമ്പറിന്റെ റൂട്ട് എടുക്കും അല്ലേ? √5 = PC. അപ്പോൾ PC എത്രയാണ് കിട്ടി? PC യുടെ നീളം √5 ആണ് കിട്ടി. ഓക്കെ, നിങ്ങൾ ഈ PC എന്ന നീളം നിങ്ങൾ കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ഈ എക്സ്റ്റെൻഡ് ചെയ്യുക കേട്ടോ. ഈ സിയിൽ 90 ഡിഗ്രി പ്രൊട്ടാക്ടറിലൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക. പിയിൽ 90 ഡിഗ്രി എടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നിങ്ങൾ ഈ PC എന്ന നീളം നിങ്ങളുടെ കോമ്പസിൽ എടുക്കുക. എന്നിട്ട് പിയിൽ കുത്തി ഒരു ആർക്ക് കട്ട് ചെയ്യുക, സിയിൽ കുത്തി ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, പിയിൽ കുത്തി ആർക്ക് കട്ട് ചെയ്തു, സിയിൽ കുത്തി ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും PC ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? √5 ആയിരിക്കും. അപ്പോൾ Dന് പേര് കൊടുത്തു, പിന്നെ Eന് പേര് കൊടുക്കാന്നുണ്ടെങ്കിൽ PEയും √5 ആയിരിക്കും. അതേപോലെ തന്നെ Eയിൽ നിങ്ങൾ 90 ഡിഗ്രി എടുക്കുക, മുകളിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും? ഈ സൈഡ് എന്ന് പറയുന്നത് ഈ സെയിം സൈഡ് അല്ലേ? PCയുടെ സെയിം തന്നെയായിരിക്കും ഇവിടെ വരെ √5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കെയിൽ എടുത്ത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കിക്കോളൂ എല്ലാവരും സെയിം ആയിട്ട് കണ്ടുവന്നു. അപ്പോൾ എന്താ? എല്ലാവരും സെയിം ആയിട്ട് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ട സ്ക്വയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ത് വരും? ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ = √5 × √5 5 സെന്റിമീറ്റർ സ്ക്വയർ. മെത്തേഡ് ഫസ്റ്റ് മെത്തേഡ് നമ്മൾ വരച്ചു. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് 2 മെത്തേഡിലൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ റിലേറ്റഡ് ടു പൈതഗോറസ് തിയറം ആയിരിക്കും ആ മെത്തേഡ് വരാം. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 9ാം ക്ലാസ്സിൽ നമ്മൾ ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ ഒരു സ്പൈറൽ വരയ്ക്കാൻ കണ്ടു അല്ലേ? നമ്മൾ ഇതിനെ വരച്ച് സ്പൈറലൊക്കെ വരച്ചില്ലെങ്കിൽ ഓർക്കുണ്ടാവും. ആ സ്പൈറലിൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ ഇനിയുള്ള 2 മെത്തേഡും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് √5 ഒരു സൈഡായിട്ട് കിട്ടിയാലേ നമ്മൾ എന്ത് കിട്ടുള്ളൂ? 5 സെന്റിമീറ്റർ ഉള്ളൊരു സ്ക്വയർ കിട്ടുള്ളൂ. സൈഡുകളൊക്കെ √5 തന്നെ അല്ലേ? √5 വന്നെന്നുണ്ടെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമേ
√5 തന്നെ നമ്പേഴ്സ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്ത് വരും? നമ്മളിവിടെ 1ഉം ഇവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് എന്ത് വരും ചെക്ക് ചെയ്താലോ? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് വരും ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ പൈതഗോറസ് തിയറം അനുസരിച്ച് എന്താണ് ഈ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത്? എന്താണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? ബേസ് എന്ന് പറയുന്നത് ഓക്കെ ABC ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താ? CB ആണ് ഹൈപ്പോട്ടന്യൂസ്. CB സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള വശം AB സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞതിന്റെ ഉയരം AC സ്ക്വയർ. ഓക്കെ, ഇതാണ് നമുക്ക് ഉള്ള ഇക്വേഷൻ. പൈതഗോറസ് തിയറം ഇതാണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇതാണ് പൈതഗോറസ് തിയറം. അപ്പൊ CB ആണ് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ CB സ്ക്വയർ ഇസ് ഈക്വൽ ടു AB എന്താണ്? AB നമുക്കറിയാം 1 ആണെന്നറിയാം. 1 സ്ക്വയർ പ്ലസ് AC എന്താണെന്ന് അറിയാം? AC നമുക്ക് 2 സ്ക്വയർ ആണെന്നറിയാം അല്ലേ? അപ്പൊ CB സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഓക്കെ, CB സ്ക്വയർ ആണ് 5 എന്ന് കിട്ടിയത്. അപ്പൊ CB എന്ത് കിട്ടും? CB എന്ന് പറയുന്നത് നമുക്ക് √5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ലെങ്ത് എന്ത് കിട്ടി? ഈ ലെങ്ത് നമുക്ക് √5 ആണ് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്വയറിന്റെ ഒരു പോർഷൻ എത്ര വേണ്ടത്? ഒരു സൈഡ് √5 ആണ് വേണ്ടത്. √5 വന്നാലേ നമുക്ക് √5 × √5 5 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു സൈഡ് √5 ആണ് കിട്ടി. ഈ CB എന്ന നീളം √5 ആണ് കിട്ടി. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 9ാം ക്ലാസ്സിൽ നമ്മൾ വരച്ചിട്ടുണ്ട്, ആ സെയിം പോലെ തന്നെയാണ് ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, ഈ Bയിൽ നിങ്ങൾ പ്രൊട്രാക്ടർ വയ്ക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഓക്കെ, Bയിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്തു. അതേപോലെ Cയിൽ പ്രൊട്രാക്ടർ വയ്ക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ ചെരിഞ്ഞ വശത്ത് വെച്ചിട്ട് വേണം പ്രൊട്രാക്ടർ വയ്ക്കാൻ കേട്ടാ. നേരെ വെക്കരുത്, ഇങ്ങനെ നേരെ വെച്ചിട്ടല്ല ചെയ്യേണ്ടത്. ഈ CB എന്ന ലൈൻ വെച്ചിട്ട്. ഓക്കെ, ചിലപ്പോൾ Bയിൽ ഇപ്പം ഇങ്ങനെ വരും. ഇങ്ങോട്ടാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോണ സ്ക്വയർ വരാം. ഇത് ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി ആണ് വെച്ചത്. ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ എടുത്തത് 90 ഡിഗ്രിയാണ്. ഓക്കെ, സി ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ BC എന്ന നീളം കോമ്പസിൽ എടുക്കുക. ഈ BC എന്ന നീളം നിങ്ങൾ കോമ്പസിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ Bയിൽ കുത്തിയൊരു ആർക്ക് കട്ട് ചെയ്യുക, അതുപോലെ Cയിൽ കുത്തിയൊരു ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഏതെങ്കിലും ഒരു ആർക്കിൽ ഇവിടെ നമ്മൾ ആർക്ക് കട്ട് ചെയ്യും അല്ലേ? നമ്മൾ Dയിൽ പേര് കൊടുക്കുക. ഈ Dയിൽ കുത്തിയിട്ട് നിങ്ങൾ 90 ഡിഗ്രി എടുക്കുക. ഓക്കെ, Dയിൽ കുത്തിയിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്കെയിൽ ഉപയോഗിച്ച് ഇതിനെ ജോയിൻ ചെയ്യുക. അല്ല, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു സ്ക്വയർ കിട്ടും. ഇതാണ് നമ്മുടെ പറഞ്ഞിട്ടുള്ള സ്ക്വയർ. ഈ സംഭവം ഇപ്പൊ എല്ലാ വശവും തന്നെയായിരിക്കും. എല്ലാ വശവും √5 വരും. √5 വരും. കാരണം എന്താ? ഈ CB എന്ന വശമാണ് നമ്മൾ എല്ലായിടത്തും ആർക്ക് വരച്ചത് അല്ലെ? ഈ CB എന്ന വശം കോമ്പസിൽ എടുത്താണ് ഇവിടെ ആർക്ക് വരച്ചത്. അതുപോലെ ഈ വശം തന്നെയായിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് വശം ഈക്വൽ ആയിരിക്കും. √5 ഉണ്ട്. അപ്പൊ എല്ലാ വശവും √5 ആണെന്ന് കിട്ടി. അപ്പൊ ഏരിയ എന്ത് വരും? √5 × √5. ഏരിയ എന്ന് പറയുന്നത് കിട്ടും. ഏരിയ എന്ന് പറയുന്നത് √5 × √5 ഈക്വൽ ടു 5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. കണ്ടാ? അപ്പൊ നമ്മൾ സെക്കൻഡ് രീതിയിൽ വേറൊരു രീതിയിൽ 5 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വന്നൊരു സ്ക്വയർ വരച്ചു, സമചതുരം വരച്ചു. അതാണ് സെക്കൻഡ് മെത്തേഡ്. ഇനി ഒരു രീതിയിലൂടെ വരയ്ക്കണം അല്ലെ? അതിന് നമുക്ക് പൈതഗോറസ് തിയറം തന്നെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ രീതി മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു. ഓക്കെ, പൈതഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പൊ എന്താ? നമുക്ക് √5 വന്നെ നമുക്കറിയാം. 5 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ക്വയർ വന്നെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എപ്പോഴും √5 വന്നെ. അപ്പോൾ √5 വന്നെ നമ്പേഴ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് ജസ്റ്റ് മൈൻഡിലിട്ട് നോക്കിയാൽ മതി. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4, 4 + 1 5 ഓൾറെഡി കിട്ടി അല്ലേ? അപ്പം അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ ഇവിടെ 1ഉം 2ഉം ഇട്ടത്. ഓക്കെ, വേറെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 5 കിട്ടില്ല. ഇപ്പം 2ഉം 3 ഒക്കെ ഇട്ടാണെങ്കിൽ എന്തെങ്കിലും 2 സ്ക്വയർ + 3 സ്ക്വയർ 4 + 9 അങ്ങനെ നമ്പർ മാറിപ്പോകും അല്ലേ? നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് √5 ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് √5 വന്നെ 5 വന്നെ നമ്പർ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. സ്ക്വയറുകളെടുത്ത് സം ചെയ്യുമ്പോൾ 5 വന്നെ നമ്പർ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് 1ഉം 2ഉം ഞാൻ ചൂസ് ചെയ്തത്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 1 + 4 5 കിട്ടി. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ 1ഉം 2ഉം നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് സൈഡായിട്ട് വെച്ചിട്ട് നമ്മളൊരു എന്ത് ചെയ്തു? നമ്മളൊരു സ്ക്വയർ വരച്ചു. നമ്മൾ വേറെ രീതി വരയ്ക്കാൻ പോകുന്നത് ഇത് സെയിം ഹൈപ്പോട്ടന്യൂസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സോറി, പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിൽ നമ്മൾ ഹൈപ്പോട്ടന്യൂസിൽ നിന്നാണ് വരച്ചത് അല്ലേ? ഇനി നമുക്ക് ഹൈപ്പോട്ടന്യൂസ് മാറ്റി വേറെ ഏതെങ്കിലും സൈഡിൽ നിന്ന് വരയ്ക്കാം. ഓൾട്ടിറ്റ്യൂഡ് ഒരു സൈഡാക്കി വരയ്ക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഓൾട്ടിറ്റ്യൂഡ് ഇത് ഇങ്ങനെയാണെന്ന് വയ്ക്കാം.
നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, എ ബി സി. ഈ സി ബി കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. സി ബി ആണ് ഹൈപ്പോട്ടന്യൂസ്, ഇതാണ് ബേസ്. ഓക്കെ, ഇത് ബേസ്, ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്. നിങ്ങൾക്ക് അറിയാലോ ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് ഒരു വശമാക്കിയിട്ടാണ് കഴിഞ്ഞായിട്ട് ഫിഗർ വരച്ചത്. നമ്മൾ ഹൈപ്പോട്ടന്യൂസ് മാറ്റി നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് ഒരു വശമാക്കി ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്തായിരിക്കും? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ഈ ബേസിന് നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കണം അല്ലേ? അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇവിടെ പ്ലസ് ആണ്, ബേസ് പ്ലസ് ആണ് അല്ലേ? അപ്പോൾ ഈ ബേസ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്തോരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് വരും. അല്ലെങ്കിൽ എന്താ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. ബേസ് സ്ക്വയർ ആണെങ്കിൽ എന്ത് വരും? ബേസ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിലും ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നായിരിക്കും വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് ഒരു വശമാക്കിയിട്ടാണ് ഞാൻ ട്രയാങ്കിൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ബേസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത്? ഹൈപ്പോട്ടന്യൂസ് ഒന്ന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് ഭാഗം കൂട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഈ രണ്ട് ഭാഗങ്ങളിൽ ഏതൊരു ഭാഗങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഓർത്തിരിക്കും. ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തോരും? ബേസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തോരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നായിരിക്കും വരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വശം എടുക്കാം. അതുപോലെ എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് എടുക്കാം അല്ലെങ്കിൽ ബേസ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കണം. ഈ ഇക്വേഷനിൽ തന്നെയാണ് നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ബേസ് സ്ക്വയറിനെ പ്രത്യേകം എടുക്കണം. അപ്പോൾ എന്തോരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് വരും അല്ലേ? നിങ്ങൾക്ക് ബേസ് സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? ഈ ഓൾട്ടിറ്റ്യൂഡിനെ പ്രത്യേകം എടുക്കും. ഈ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് മാറും. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ എന്ന് കിട്ടും. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നമ്മുടെ ഓർമ്മേനെ. നമുക്ക് ഇനി വരയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഓൾട്ടിറ്റ്യൂഡ് √5 ആയിട്ട് വേണ്ട രണ്ട് നമ്പേഴ്സ് ചൂസ് ചെയ്യണം. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ബേസ് ഓൾട്ടിറ്റ്യൂഡ് ഇപ്പോൾ ചൂസ് ചെയ്യാം. ഓൾട്ടിറ്റ്യൂഡ് √5 ആണെന്ന് മനസ്സിലായില്ലോ. കാരണം 5 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ളൊരു സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ സൈഡ് നമുക്ക് എന്തെങ്കിലും √5 വേണം, നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ സൈഡ് √5 വേണം. കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ √5 വന്നു. ഇവിടെ √5 വന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യണം. അപ്പോൾ എന്താ പറയുക? ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് എന്തായാലും മൈനസ് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ സ്ക്വയറിൽ നിന്ന് ഇവിടുത്തെ സ്ക്വയർ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 വന്നു അല്ലേ? അങ്ങനെ ഒരു നമ്പർ വേണം കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 3യും 2 ഇട്ട് നോക്കാം. ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും വലുതായിരിക്കുമല്ലോ. ഹൈപ്പോട്ടന്യൂസിൽ വലിയ നമ്പർ 3 ഇട്ട് കൊടുത്തു, ബേസ് നമ്മൾ 2 ഇട്ട് കൊടുത്തു. ഓക്കെ, നമുക്ക് എന്ത് വരും നോക്കാം. ഈ ഓൾട്ടിറ്റ്യൂഡ് എന്ത് വരും നോക്കാം. ഓക്കെ, എ ബി സി നേരത്തെ കൊടുത്ത പോലെ എ ബി സി കൊടുക്കും. എ ബി സി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ സി ആണ് അല്ലേ? അപ്പോൾ എ സി സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് എന്താണ്? സി ബി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ. എപ്പി കാര്യം മൈനസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം, എന്നാലും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്താ? സി ബി എന്താണ്? സി ബി 3 ആണ്. 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 9 - 4 എന്ത് തോന്നുന്നു? 9 - 4 5 വന്നു. ഓക്കെ അല്ലേ? 9 - 4 5 ആണെന്ന് കിട്ടി. അപ്പോൾ എ സി സ്ക്വയർ ആണ് ഇതൊക്കെ. എ സി സ്ക്വയർ 5 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എ സി എന്താണെന്ന് കിട്ടും? എ സി ഇസ് ഈക്വൽ ടു √5 ആണെന്ന് കിട്ടും. സ്ക്വയർ പോകാനായിട്ട് ഇപ്പം കിടക്കുന്ന നമ്പർക്ക് റൂട്ട് കൊടുക്കുക അല്ലേ? അപ്പോൾ എ സി സ്ക്വയർ 5 ആണെന്ന് കിട്ടി കഴിഞ്ഞാൽ എ സി നമുക്ക് √5 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നീളം എത്രയാണെന്ന് കിട്ടി? ഇതിൻ്റെ നീളം നമുക്ക് √5 ആണെന്ന് കിട്ടി. അപ്പോൾ സ്ക്വയറിൻ്റെ ഒരു വശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിന് സ്ക്വയർ വരയ്ക്കുക. നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക. കാരണം സ്ക്വയറിൻ്റെ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ് പ്രൊട്രാക്ടർ എടുക്കാൻ പറയുന്നത്. ഏത് ഇങ്ങനെ വയ്ക്കുക കേട്ടോ, അങ്ങനെ ചെരിച്ച് വയ്ക്കുക. 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇങ്ങനെ സിയിലും പ്രൊട്രാക്ടർ ഇങ്ങനെ വയ്ക്കുക. 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇത് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എ സി എന്നുള്ള ലെങ്ത് √5 ആണ് കിട്ടി. ഇത് നിങ്ങൾ കോമ്പസിന് എടുക്കുക. ഇത് കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ എയിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അതുപോലെ സെയിം ആർക്ക് തന്നെ സിയിലും കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ പോയിന്റ് വെച്ചിട്ട് ഈ ആർക്കിൻ്റെ പോയിന്റ് വെച്ചിട്ട് സി ഡിന് പേര് കൊടുക്കുക. ഡിയിൽ പ്രൊട്രാക്ടർ വയ്ക്കുക. 90 ഡിഗ്രി നേരെ മാർക്ക് ചെയ്യുക. സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതെന്ത് വരും? ഇത് √5 വരും, ഇത് √5 വരും, ഇത് √5 വരും. അപ്പോൾ ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള സ്ക്വയർ. കണ്ട? അപ്പോൾ ഏരിയ എന്ത് വരും? ഏരിയ എന്ന് പറയുന്നത് സൈഡ് ടു സൈഡ് √5 × √5 5 സെന്റിമീറ്റർ സ്ക്വയർ തന്നെ ഇവിടെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ 3 രീതി കണ്ടു. കണ്ടില്ലേ? ആദ്യത്തെ ഫസ്റ്റ് രീതി നമ്മൾ എന്താണ്? നമ്മൾ ഇത്രയും ഈ ചാപ്റ്ററിൽ പഠിച്ച മാതിരി തന്നെ സെമി സർക്കിൾ വരച്ചിട്ടുള്ളതാണ് കണ്ടത്. പിന്നെ 2 രീതി എന്ന് പറയുന്നത് നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് വരച്ചു. ഇത് 9ാം ക്ലാസ്സിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. അങ്ങനത്തെ സെയിം ഇതിൻ്റെ ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് വരയ്ക്കാനുണ്ട്. √5 സെന്റിമീറ്റർ സ്ക്വയർ വന്നെ, √3 വന്നത്, √2 വന്നതൊക്കെ 3 സെന്റിമീറ്റർ സ്ക്വയർ വന്നെ ഒരു സ്ക്വയർ വരയ്ക്കാൻ, 2 സെന്റിമീറ്റർ സ്ക്വയർ വന്നെ സ്ക്വയർ വരയ്ക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ജസ്റ്റ് ഒന്ന് നിങ്ങൾ മാസ്റ്ററുടെ ബുക്ക് ഉണ്ടെങ്കിൽ മറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോജിക്ക് വേഗം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 5 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ 3 രീതിക്കുള്ള സ്ക്വയർ തന്നെ നമ്മൾ വരച്ചു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. നമ്മൾ അടുത്ത് ചെയ്യാൻ പോണ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ള പ്രോബ്ലം ചെയ്യാം. 5th പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, 5th പ്രോബ്ലം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പിക്ചർ വന്നിട്ട് the picture a line through the center of a circle cuts a chord into 2 parts. Okay, ഇതാണ് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സർക്കിൾ. ഓക്കെ, സർക്കിളിന്റെ സെന്റർ നമുക്ക് എന്തിനും ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു കോഡ് AB എന്നൊരു കോഡ് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു കോഡ് തന്നിട്ടുണ്ട് AB. എന്താ പറയുന്നത്, ഈ സെന്റർ ഈ കോഡിനെ 2 ഭാഗമായിട്ട് മുറിക്കുന്നു അല്ലേ. എന്താണ് ഇത് 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, സെന്ററിൽ നിന്ന് ഈ കോഡുമേക്ക് വരെയുള്ള വര 5 സെന്റിമീറ്റർ ആണ്. ഈ കോഡ് അപ്പം എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? 10 സെന്റിമീറ്റർ ഉള്ള കോഡാണ്. 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അങ്ങനെയാണെന്ന് ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. റേഡിയസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സെന്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന വരേനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, സെന്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരണം. അപ്പൊ ഇത് റേഡിയസ് ആണോ? ഇത് റേഡിയസ് അല്ല. അല്ല, സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഏതെങ്കിലും പോയിന്റിലേക്കാണ് വരേണ്ടത്. അപ്പൊ ഒന്നുപോലെ എന്താ, ഇത് റേഡിയസോ, ഇവിടെ വരെ മുട്ടിക്കഴിഞ്ഞാൽ റേഡിയസോ, അല്ലെങ്കിൽ എന്താ ഇതൊരു റേഡിയസ് ആണ്, ഇതൊരു റേഡിയസ് ആണ്, ഇതൊരു റേഡിയസ് ആണ്, ഇതൊരു റേഡിയസ് ആണ്. സർക്കിളിലെ ഏതെങ്കിലും പോയിന്റിലേക്ക് സെന്ററിൽ നിന്ന് മുട്ടണം, എന്നാലാണ് റേഡിയസ് കിട്ടുക. അപ്പൊ ഇത് റേഡിയസ് അല്ല. 5 സെന്റിമീറ്റർ ഒറ്റയടിക്ക് എഴുതാൻ പറ്റില്ല, അത് റേഡിയസ് അല്ല അല്ലേ. അപ്പൊ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യേണ്ടത് നോക്കാം. വലിയ താല്പര്യം ഒന്ന് മനസ്സിലാകും. ചോക്ക് നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പോൾ സ്കെയിലും കോംസ് ഒക്കെ ഇത് വരയ്ക്കാം കേട്ടോ. അവർക്ക് വരച്ചാൽ പോരാ, ഇത് വരയ്ക്കാം. ഇത് AB എന്ന കോഡാണ്. ഇതിന് 5 സെന്റിമീറ്റർ അല്ലേ. ഇതിന് 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്റർ ആയിട്ടാണ് മുറിച്ചത്. AB അല്ലേ. നമുക്ക് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സെന്ററും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്ററും ഏതെങ്കിലും പോയിന്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ നേരെ ജോയിൻ ചെയ്യാം. റേഡിയസ് കണ്ടുപിടിക്കാനുണ്ട. ഓക്കെ, ഞാൻ ഈ സ്ട്രെയിറ്റ് ലൈൻ തന്നെ നമുക്ക് കൊടുക്കാം. OC. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ പോലെ തോന്നാനാണ് അവിടെ തന്നെ കൊടുത്തത്. എങ്ങനെയാണെങ്കിൽ വരയ്ക്കാൻ കുഴപ്പമില്ല. അപ്പൊ എന്താണ് ഈ OC എന്ന് പറയുന്നത്? OC എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും അല്ലെ. സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് ടച്ച് ചെയ്ത ലൈനാണ് OC എന്ന് പറയുന്നത്. അപ്പൊ OC ആണ് റേഡിയസ് അല്ലെ. ഇനി OC റേഡിയസ് ആണ്. ഇവിടെ എന്തെന്നറിയാം, ഇവിടെ നമുക്ക് 5 സെന്റിമീറ്റർ ആണെന്നറിയാം അല്ലെ. OP എന്ന് പറയുന്നത് P എന്ന് പേര് കൊടുക്കാം. OP നമുക്ക് 5 സെന്റിമീറ്റർ ആണെന്നറിയാം. OP ഇവിടെ OP 5 സെന്റിമീറ്റർ ആണെന്നറിയാം. ഞാൻ ചെയ്യാൻ പോണത് താഴത്തേക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകണം. ഓക്കെ, ഈ OP 5 സെന്റിമീറ്റർ അറിയാലോ. ഇനി ഈ സെന്ററിൽ നിന്ന് ഈ O ഒന്ന് ഇവിടെ ഒരു പോയിന്റിലേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകണം. ഓക്കെ, ഞാൻ D എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്തുവരും ഈ OD എന്ന് പറയുന്നത് എന്താണ്? ഈ OD എന്ന് പറയുന്നത് റേഡിയസ് അല്ലേ നോക്കിയേ. OD എന്ന് പറയുന്നത് 6 അല്ലേ. OC റേഡിയസ് ആണ്. അതേപോലെ തന്നെ സെന്ററിൽ നിന്ന് ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് വന്നാൽ മുട്ടിയതാണ് OD. അപ്പോൾ OC റേഡിയസ് ആണ്, ODയും റേഡിയസ് ആണ് അല്ലേ. OD സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് മുട്ടിയാണ്. OD റേഡിയസ് ആണ്. പക്ഷെ ODനെ എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്? OD തന്നെ OPയും PD ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി അല്ലേ. OPയുടെ നീളം നമുക്കറിയാം 5 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പൊ എന്താ PDയുടെ നീളം എന്ത് വരും? PDയുടെ നീളം എന്താ വരാ? നമുക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ODനെ എങ്ങനെയായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി? OP പ്ലസ് PD ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി. ഇത് രണ്ടും കൂടിയതാണ് 6 അല്ലേ. ഈ
ഡി. ഒ ഡി നമ്മുടെ റേഡിയസ് ആണ്. അപ്പോൾ നമ്മൾ ഒ ഡി റേഡിയസിന് എഴുതി. ഈ ഒ ഡി തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി അല്ലേ, ഈ ഒരു കോഡ് കാരണം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി. അതിന് ഒ ഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒ ഡിനെ നമുക്ക് ഒ പി പ്ലസ് പി ഡി എന്ന് എഴുതാൻ പാടില്ലേ. അപ്പോൾ ഒ പി പ്ലസ് പി ഡി എന്ത് റേഡിയസ് ആണ്. നമുക്ക് ഒ പി എന്താണെന്ന് അറിയാം, ഒ പി നിങ്ങൾക്ക് അറിയാം 5 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. 5 സെന്റിമീറ്റർ പ്ലസ് പി ഡി ഇസ് ഈക്വൽ ടു 6 ആണെന്ന് മനസ്സിലായി അല്ലേ. ഒ പി 5 സെന്റിമീറ്റർ ആണ്, 5 സെന്റിമീറ്റർ പ്ലസ് പി ഡി ഇസ് ഈക്വൽ ടു റേഡിയസ് കിട്ടും. ഓക്കെ, നമുക്ക് പി ഡി എന്തോരം വരും, ഈ പി ഡി എന്ന് പറഞ്ഞ നീളം എന്തോരായിരിക്കും, അത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പാടില്ലേ. പി ഡി എന്ത് വരും, 5 പ്ലസ് പി ഡി ഇസ് ഈക്വൽ ടു 6 ആണ്. അപ്പോൾ പി ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ 5നെ നമുക്ക് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും, ആർ മൈനസ് 5. ഓക്കെ, അപ്പോൾ പി ഡി എന്ത് കിട്ടി, പി ഡി നമുക്ക് ആർ മൈനസ് 5 സെന്റിമീറ്റർ ആണ് കിട്ടി. ഓക്കെ, പി ഡി നമുക്ക് ആർ മൈനസ് 5 സെന്റിമീറ്റർ ആണ് കിട്ടി. ഇനി മനസ്സിലായില്ലേ, ഒ ഡി എന്ന് പറയുന്നത് റേഡിയസ് ആണ് അല്ലെ, സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് മുട്ടിയേണ്ട ഒരു ലൈനാണ് ഒ ഡി. ഒ ഡി റേഡിയസ് ആണ്. പക്ഷേ ഈ ഒ ഡിനെ ഈ കോഡ് കാരണം രണ്ടായിട്ട് കട്ട് ചെയ്തു പോയി അല്ലെ, ഒ പിയും പി ഡി ആയിട്ട് കട്ട് ചെയ്തു പോയി. അപ്പോൾ എന്താ, ഒ പി പ്ലസ് പി ഡി എന്ന് പറയുന്നത് ആറിന് എഴുതാൻ പാടില്ലേ അല്ലേ. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ രണ്ട് ലൈനിന്റെ സമ്മല്ലേ, രണ്ട് പോർഷന്റെ സമ്മല്ലേ. അതിന്റെ ഒ ഡിനെ നമ്മൾ ഒ പി പ്ലസ് പി ഡിനെ എഴുതി, സീക്വൽ ടു ആറിന് എഴുതി. ഇനി ഒ പി എന്താണെന്ന് അറിയാം, നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് ഒ പി 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5 പ്ലസ് പി ഡി ഇസ് ഈക്വൽ ടു ആറിന് എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മൾ 5 പ്ലസ് പി ഡി ഇസ് ഈക്വൽ ടു ആറിന് എഴുതി. ഇനി നമ്മൾ പി ഡി എങ്ങനെ കണ്ടുപിടിക്കാം, പി ഡി കണ്ടുപിടിക്കാനായിട്ട് ഈ 5നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ -5 ഇവിടെ +5 ആണ്, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് -5 ആയിട്ട് വന്നു. അപ്പോൾ ഈ പി ഡിയുടെ നീളം r - 5 ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ r - 5 ആയിട്ട് കിട്ടിയെന്ന് കണ്ടുല്ലോ. ഇനി നമ്മൾ ഇതിലുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ. ഓക്കെ, രണ്ട് കോഡ് സർക്കിളിൻ്റെ ഉള്ളിൽ ഇന്റർസെക്റ്റ് ചെയ്തിരുന്നു അല്ലേ, രണ്ട് കോഡ് സർക്കിളിൻ്റെ ഉള്ളിൽ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഇക്വേഷൻ പഠിച്ചത്, പി എ അതിൻ്റെ പ്രൊഡക്റ്റുകളുടെ അതിൻ്റെ പാർട്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്ന് പഠിച്ചു. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി അല്ലേ, പി സി ഇൻറ്റു പി ഡി. ഓക്കെ, ഈ ലൈൻ ജസ്റ്റ് നേരെ വരയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് 6 എന്ന് വരച്ച്, ജസ്റ്റ് നേരെ വരണം, നല്ല കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇപ്പം മനസ്സിലായി, രണ്ട് കോഡ് കണ്ടോ. സെൻട്രികൾ പാസ് ചെയ്തെന്ന് പോയാണ് ആരാണ്, ആ രണ്ട് കോഡും എന്താണ്, പകുതി കോഡ് എന്ന് പറയുന്നത് റേഡിയസ് ആയിട്ട് നമ്മൾ എടുത്തത്. ഓക്കെ, ഒ സി എന്ന് പറയുന്നത് റേഡിയസ് ആയിരിക്കും, ഒ ഡി എന്ന് പറയുന്നത് റേഡിയസ് ആയിരിക്കും. കാരണം എന്താണ്, ഒ എന്ന് പറയുന്നത് സെന്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെൻട്രികളെ പാസ് ചെയ്ത് പോകുന്ന കോഡാണ് ആ കോഡ്, സി ഡി എന്ന് പറഞ്ഞ കോഡ്. അപ്പോൾ പി എൻ്റെ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു എന്ത് വരും, പി സി ഇൻറ്റു പി ഡി. ഫസ്റ്റ് പഠിച്ച ആ റൂൾ എന്താണ്, രണ്ട് കോഡ് സർക്കിളിൻ്റെ ഉള്ളിലാണ് ഇന്റർസെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അല്ലേ. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് റൂളായിട്ട് പടം വരച്ച് ഞാൻ കാണിച്ചെന്നില്ലേ, അത് പി ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, അപ്പോൾ ആ റൂളൊക്കെ നമ്മൾ ഈ പ്രോബ്ലത്തിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പി എ എന്താണ്, പി എ നമുക്ക് 4 സെന്റിമീറ്റർ ആണെന്നറിയാം. പി ബി എന്താണെന്നറിയാം, പി ബി 6 സെന്റിമീറ്റർ ആണെന്നറിയാം. പി സി എന്താണെന്നറിയാം, പി സി നമുക്ക് പി സി എന്താണെന്നറിയാം, ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 6 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പൊ പി സി മൊത്തം എന്ത് വരും, r+5 എന്ന് വരില്ലേ അല്ലേ. ഒ പി 5 ആണ്, ഒ സി 6 ആണ്. അപ്പൊ പി സി മൊത്തം എന്താ വരാ, 5 + r അല്ലേ, 5 + r എന്ന് വരും. അതേപോലെ തന്നെ നമുക്ക് r ആദ്യം ഇതാ, ഇതിൽ r - 5 എന്നല്ലേ ഇതിന്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇതാ എന്താണ്, r+5 വരും. ഓക്കെ, r+5 വരും. പി സി എന്ന് മൊത്തം ഉണ്ടോ, പി സി എന്ന് പറഞ്ഞാൽ പി ഒ പ്ലസ് ഒ സി അല്ലേ. ഇത്രയും 5 ആണ്, ഇത്രയും 6 ആണ്. അപ്പൊ ഇത് മൊത്തം എന്ത് വരും, r+5. ഓക്കെ, അപ്പൊ പി സി എന്ന് പറയുന്നത് r+5 ആണ്. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതി ഇൻറ്റു അല്ലേ. പി ഡി എന്ന് പറയുന്നത് എന്താണ്, അടിയിൽ ഈ പോർഷൻ അത് r - 5 ആണ്. അത് നമ്മൾ ഇങ്ങനെ എഴുതി, r+5 ഇൻറ്റു r - 5 നമുക്ക് കിട്ടി. ഇനി എന്താണ്, 4 × 6 എന്താണ്, 4 × 6 24. 24 ഇസ് ഈക്വൽ ടു നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, a + b × a - b എന്താണ്, a² - b² അല്ലേ. ആ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ, a + b × a - b. ഇത് ഇങ്ങനെയല്ല കിടക്കുന്നത്, a + b × a - b അല്ലേ. ഐഡന്റിറ്റി ഓർക്കണില്ലേ, a + b × a - b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a² - b² ആണ് അല്ലേ. ആ ഐഡന്റിറ്റി ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. a + b × a - b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a² - b². അപ്പൊ r+5 × r - 5 എന്ന് പറയുമ്പോൾ എന്താണ്, r² - 5 × 5 25 അല്ലേ. r² - 25 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് 6 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ഈ 6നോട് നിർത്താം, ഈ +25 നമുക്ക്
ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. സോറി, -25 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്തായി മാറും? +25 ആയിട്ട് മാറും. 24 + 25 = r². കാരണം നമുക്ക് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് 6 തന്നെ നിർത്തി കൂടിയുള്ള -25 ഇപ്പുറത്തേക്ക് എടുത്തു, +25 ആയിട്ട് മാറി. 24 + 25 = എന്തെന്ന് കിട്ടി? r² കിട്ടി. 24 + 25 എന്താണ്? 9. 49 = r². അല്ലേ? ഇനി 6 എന്ത് വരും? 6 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ നമ്പറിന്റെ റൂട്ട് എടുക്കുക. അപ്പോൾ r² = 49 എന്ന് കിട്ടി. r √49. √49 എന്ന് പറയുന്നത് 7 × 7 അല്ലേ 49. അപ്പോൾ √49 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഈ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ് ഈ സർക്കിളിന്റെ റേഡിയസ്. അപ്പൊ 7 - 5 2 സെന്റിമീറ്റർ ആയിരിക്കും ഈ പി ഡിയുടെ നീളം. അതൊന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള റേഡിയസ് ആണ്. റേഡിയസ് നമുക്ക് എന്താന്ന് കിട്ടി? റേഡിയസ് നമുക്ക് 7 സെന്റിമീറ്റർ ആണ് കിട്ടി. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞില്ല, നമുക്ക് എന്താണ് ഒരു ഫിഗർ തന്നിട്ടുണ്ടായിരുന്നു. ആ ഫിഗർ ഓയും പിയും നീളമുള്ള 5 ആണ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് റേഡിയസ് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് മുകളിലേക്ക് ഒരു എക്സ്റ്റെൻഡ് ചെയ്തു. അതെന്താ? സെൻറ്ററിൽ നിന്ന് ഈ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? അത് റേഡിയസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ OC = റേഡിയസിന് കിട്ടി. OC നമ്മൾ റേഡിയസ് ആണ് എടുത്തു. അതേപോലെ തന്നെ അടിയിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. OD = റേഡിയസ് ആണ് കിട്ടി. അല്ലേ? എന്താണ്? ഈ ODനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോയിട്ട് അല്ലേ? P എന്ന പോർഷൻ വെച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോയി. എന്താണ്? OP + PD. OP + PD = 5 ആണ്. OP നമുക്ക് തന്നിട്ടുണ്ട് 5 എന്ന്. സോറി, OP + PD = 6. എന്താ? മൊത്തം 6 അല്ലേ? റേഡിയസ് ആണ്. ഈ OP നമുക്ക് 5 ആണ് തന്നിട്ടുണ്ട്. PD അറിയില്ല. അപ്പോൾ PD എന്നെ കണ്ടുപിടിക്കാം. ഈ 5നെ 6ന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 6 - 5 നമുക്ക് PD എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് എന്താ? നമ്മൾ 2 കോഡാണ്, AB എന്ന കോഡും CD എന്ന കോഡും. AB എന്ന കോഡും CD എന്ന കോഡും സർക്കിളിന്റെ ഉള്ളിൽ വെച്ചാണ് ഇന്റർസെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്സിന്റെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഈക്വൽ ആണെന്നുള്ള റൂള് പഠിച്ചു അല്ലേ? അതിന്റെ അടുത്ത് എന്താ? PA × PB = PC × PD. PA × PB = PC × PD അല്ലേ? ഇപ്പൊ എന്താണ്? PA എന്ന് പറയുന്നത് 4 ആണ്. PC എന്ന് പറയുന്നത് PB എന്ന് പറയുന്നത് 6 ആണ്. PC എന്ന് പറയുന്നത് എന്ത് വരും? ഇത് ഈ ലൈൻ അല്ലേ? ഇത് 6 ആണ്. OC എന്ന് പറയുന്നത് 6 ആണ്. OP എന്ന് പറയുന്നത് 5 ആണ്. ഈ മൊത്തം ലൈൻ എന്ത് വരും? r + 5. അതുകൊണ്ടാണ് ഇവിടെ r + 5 എന്ന് എഴുതിയത്. ഇനി PD എന്ത് വരും? PD നമ്മൾ r - 5 ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. r - 5 ആണ് എഴുതി. 4 × 6 24 ആണ്. ഇത് നോക്കിയേ, A + B × A - B ഫോർമാറ്റിലല്ലേ കിടക്കണേ? A + B × A - B എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? A² - B² ആണ്. അപ്പോൾ r² - B² എന്താ? 5². 5 × 5 25. ഓക്കെ, അപ്പൊ r² - 25 എന്ന് വന്നു. നമുക്ക് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 6 തന്നെ നിർത്തി -25 ഇപ്പുറത്തേക്ക് എടുത്തപ്പോൾ +25 ആയിട്ട് മാറി. 24 + 25 = r². 24ഉം 25ഉം കൂട്ടിയപ്പോൾ 49 കിട്ടി. 49 = r² എന്ന് എഴുതി. നമുക്ക് 6 ആണ് വേണ്ടത്. 6 വേണമെങ്കിൽ എന്തെടുക്കുക? ഈക്വൽ ടു ഇപ്പുറത്തെ നമ്പറിന്റെ റൂട്ട് എടുക്കുക. √49 = എന്താണ്? 7. അപ്പൊ ഈ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ നമ്മൾ 2 കണക്ക് ചെയ്തുള്ളൂ അല്ലേ? 2 കണക്ക് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കണക്ക് 3 പ്രാവശ്യം വരയ്ക്കുന്നത് വരച്ചു. പിന്നെ ഈ പ്രോബ്ലം അപ്പം നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ പ്രോബ്ലം എടുക്കുന്നുള്ളൂ. 2 ക്ലാസ് കൊണ്ട് നമ്മുടെ ഈ സർക്കിൾസിൻ്റെ ചാപ്റ്റർ തീരും. ഓക്കെ, അപ്പം നിങ്ങളത് എഴുതാം, പഠിക്കാം. ഓക്കെ, താങ്ക് യു.